ബോളേറ്റ് പോയി. അപ്പോൾ ബാദുവിനെ അവിടുന്ന് ബീറ്റ് ചെയ്തു. പിന്നെ ഫിനിഷ് ചെയ്യുക. പിന്നെ സമയമില്ല. ഒരു 3-4 സെക്കൻഡിൻ്റെ ഉള്ളിൽ മേടിച്ചിറങ്ങായി 3-4 സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഇപ്പോൾ ഇവിടെ നിന്ന് ബോളേറ്റ് പോവാണ്. അതിൻ്റെ ഫോളോ ആര് വരും? ഡിഫൻഡർ വരും. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? മടക്കുക, പിന്നെ ഫിനിഷ് ചെയ്യണം. പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, റെഡി അയ്യോ ആ കമൻ്റൊക്കെ വന്നോട്ടെ. യെസ്, ഗുഡ് വൺ, ഫിനിഷ്. ഗുഡ്. സ്പീഡാണ് 1 2 3 കഴിഞ്ഞു 2 3. ഗുഡ് വൺ. യെസ്, ഗുഡ് ഫിനിഷ്. ഇവിടുന്ന് തൻ്റെ കാലം ബോളുള്ളത്. ഇവിടുന്ന് ബോളുള്ളപ്പോൾ എനിക്ക് പോസ്റ്റിൻ്റെ അവസ്ഥ നോക്കിയൊക്കെ ഇവിടുന്ന് പോസ്റ്റ്. ഇപ്പം ഈ പോസ്റ്റില്ല, ഈ ഒരു 7s ആണെങ്കിലും 11s ആണെങ്കിലും പോസ്റ്റ് എത്ര വലുപ്പം ഉണ്ടാവും? ഇതിപ്പോൾ ഞാൻ ഈ ബോളേറ്റ് ഇങ്ങോട്ട് പോയി. ഇപ്പം എൻ്റെ ഏരിയ എത്ര ഉണ്ട്? എനിക്ക് ഏരിയ കുറവാണ്. ഒന്നുകൂടി അടുത്ത് പോയാലോ? തീരെ കുറവാണ്. നമ്മളെപ്പോഴും ഫിനിഷ് ചെയ്യുമ്പോൾ ഇപ്പം ഇതിലിപ്പോൾ മറ്റേ ചിലപ്പോഴാണ് ഗോളാൻ ചാൻസ് ഉള്ളൂ. കാരണം ചെറിയ സ്പേസ് ആവുകൊണ്ട് ഇതുണ്ടാവും. ഈ അടുത്ത് മറ്റേത് എന്ത് ചെയ്യണം? കുറച്ച് ഇത്ര സ്പേസ് കിട്ടിയ 7s ആണെങ്കിലും 11s ആണെങ്കിലും ഇത്ര സ്പേസ് കിട്ടിയ പിന്നെ സുഖം എനിക്ക് ഫിനിഷ് ചെയ്യാൻ. കാരണം ഇവിടെ ഏരിയ ഉണ്ടാവും. ഇനി ഗോൾ കീപ്പർ എപ്പോഴും എവിടെ നോക്കുക? ഇതിലേക്ക് വരുന്ന വിചാരിക്കുക. നേരെ എന്ത് ചെയ്യുക? ഫസ്റ്റിൽ കട്ട് കൊടുക്കുക. അധികം ബാധ എങ്ങോട്ടാണ് അധികം നോക്കുക ഈ ബോള്? കാരണം ഇതിലേക്ക് ബോൾ ഇടുന്നതന്നെയാണ് പ്രതീക്ഷിക്കുക. ഈ സാധനം അധികം ബുദ്ധിയുള്ള കളിക്കാർ മെസ്സിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇതിലിടും. അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ. പിന്നെ മടക്കുകയാണെങ്കിൽ അടുത്ത് പോയിട്ട് പെട്ടെന്ന് ക്യുക്കായിട്ട് മടക്കണം. ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്തോ, ഇയാൾക്കാണ് സുഖം കൈ കൊണ്ട് പിടിക്കുക. അപ്പോൾ അത് നോക്കണം. ഓക്കെ ചെയ്താൽ ഇവിടുന്ന് അടിച്ച് പൊളിക്കാതെ ഒരു സൈഡിലേക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ എന്നാൽ റെഡി. പ്ലേ ഓൺ. കുറച്ചുകൂടി അടുത്ത് കുറച്ചുകൂടി ഇനി പോരാ. യെസ്, ഗുഡ് വൺ. കണ്ടോ? അതോടെ ഒന്നുകൂടി ഇവിടെ പോയാൽ ചാൻസ് ഉണ്ടോ? കുറയാണ്. അപ്പോൾ അതാണ് ഇവിടുന്ന് കണ്ട ഇത്. ഇവിടുന്ന് എനിക്ക് എന്ത് കറക്റ്റ് ഏരിയ കണ്ടു, നേരെ അടിച്ചു. ഇപ്പം ഇങ്ങോട്ടാ ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഗോൾ കീപ്പർ പ്രതീക്ഷിക്കൂല ഈ സാധനം. അധികം ഇതാ പ്രതീക്ഷിക്കുക. കാരണം ഇങ്ങനെ ഇടണ പ്രതീക്ഷിക്കുക, ഇങ്ങോട്ടുള്ളത് പെട്ടെന്ന് പ്രതീക്ഷിക്കൂല. ഓക്കെ. പിന്നെ ചില കീപ്പർമാരെ ഇത് എന്താ പറയുക, റേറ്റ് വീക്കാവും. ഏതാണ് കീപ്പറെ വീക്ക് നോക്കുക, ആ വീക്കിലേക്ക് പെട്ടെന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് 2-3 സേവ് കണ്ടറിയാം പിന്നെ എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. റെഡി, പ്ലേ ഓൺ. ഒന്നുകൂടി അവിടെ തന്നെ. യെസ്, ഗുഡ് വൺ. കണ്ട ഗോഡ്. മനസ്സിലായി? സാധനം മനസ്സിലായി? അടിക്കുക, കയ്യോണ്ടടിക്കുക, കുണ്ടി കൊണ്ടടിക്കുക, മോന്തോണ്ടടിക്കുക, എവിടെ വേണമെങ്കിൽ അടിക്കുക. പക്ഷെ ഗോളായാൽ മതി. റെഡി, പ്ലേ ഓൺ. ഇനി നോക്കിയൊക്കെ ഒന്നുകൂടി. യെസ്, അപ്പോൾ ഗോളാക്കി. നോ പ്രോബ്ലം. റെഡി, വായ ഓളല്ല പോട്ടെ. യെസ്, ഗുഡ് വൺ. അപ്പം സൈഡിക്ക് അടിക്കാൻ പറ്റില്ലേ? ഒരു സൈഡിക്ക് അടിക്കുന്നു, ഒരു സൈഡിക്ക് പോട്ടാറ്റി നേരെ അടിക്കല്ലേ, ഒരു സൈഡിക്ക്. റെഡി, പ്ലേ ഓൺ. ഗോ. ഇവിടെ നിന്റെ കാൽമത്തെ ബോൾ ഞാനേ ഈ അടി ഗോൾ കീപ്പർ ഏതായോ ഞാനിപ്പോൾ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ അടിക്കണത് ഗോൾ കീപ്പർ എന്താ വിചാരിക്കുക? ഗോൾ കീപ്പർ എന്താ വിചാരിക്കുക? അടിച്ചു പൊളിക്കുന്നു. ബുദ്ധിയുള്ള സ്ട്രൈക്കർ എന്താ ചെയ്യുക? ബുദ്ധിയുള്ള സ്ട്രൈക്കർ പതുക്കെ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയുള്ളൂ. മനസ്സിലായോ? ഈ ഡയറക്റ്റ് അടിച്ചോ അപ്പോൾ അങ്ങനെ തട്ടും. ഞാൻ മറിച്ചൊരു സൈഡിലേക്ക് അടിച്ചോ അതിന് മൂവ്മെന്റ് തെറ്റും പെട്ടെന്ന്. റെഡി, അഗൈൻ. നോക്ക്, മൂവ്മെന്റ് എല്ലാം കിട്ടും. കാരണം എന്താ? ബോൾ അത്ര പതുക്കെ പോണത്. ബോൾ സ്പീഡ് വേണം. കാരണം നമ്മൾ എന്താ പറയാ, പെട്ടെന്ന് പവറല്ല, ഗ്രൗണ്ട് ബോൾ ബുന്ന് കൊടുക്കൂലേ, അതേപോലത്തെ സാധനം പോണം. റെഡി, ടാർഗറ്റ് പോട്ടെ. യെസ്, ഗുഡ് വൺ. കണ്ടോ? ഇതെന്റെ സാധനം. ഈ ഒരു കട്ട് ചെയ്യേണ്ട കാര്യം ഈ ഇപ്പം നമ്മൾ ഇത് ചെയ്യാം. ഇതിപ്പോൾ ആർക്കും ചെയ്യാം. കാരണം ഒരു കുറച്ച് ബുദ്ധിയുള്ളവന് ചെയ്യാം. ഇവിടുന്ന് അടുത്തുനിന്ന് ചെയ്യുമ്പോഴേ അത്ര സ്കിൽഫുള്ളാണ് പ്ലെയർ. അപ്പോൾ ഇവിടുന്ന് അടുത്തുനിന്ന് ചെയ്യുമ്പോൾ ആർക്കും അഡ്വാൻറ്റേജ്? ബാദുവിനാണ്. പക്ഷേ അത്ര നമ്മൾ റൊണാൾഡോനെ കണ്ടിട്ടുണ്ടോ? ഏത് ക്രിസ്ത്യാനോ അല്ല, ബ്രസീലിലെ റൊണാൾഡോ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഓവർ ചെയ്യും. കണ്ടിട്ടുണ്ടോ? എല്ലാ ഗോൾ കീപ്പർമാരെയും ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഓവർ ചെയ്യും, നേരെ ഇങ്ങോട്ടിടും, സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യും. കാരണം എന്താ?
അയാൾ അത്ര ബുദ്ധിയുള്ള പ്ലെയറാണ്. അയാൾ ഗോൾ കീപ്പർ ബീറ്റ് ചെയ്യാൻ ഒരു മയക്കമില്ല. കാരണം എന്താ, അപ്പൊ ഈ സാധനം ഇതിടുന്നു ഇതൊന്നു വരുന്നു. ഇപ്പൊ നമ്മളെ ഒരു ഗോൾ കീപ്പർ ആണെങ്കിലും സ്റ്റോപ്പർ ആണെങ്കിലും അയാൾ വരുന്നത് കണ്ടറിയാം അയാൾ ഇതാ ചെയ്യാന്ന്. പക്ഷെ പിടിക്കാൻ പറ്റില്ല. കാരണം എന്താ, അയാൾ അതിൽ എക്സ്പെർട്ടാ. ആ സ്റ്റെപ്പ് ഓവറിൽ അയാളെ ബീറ്റ് നമ്മളുണ്ടല്ലോ, ഒരു സാധനം നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ സാധനത്തിന് മുപ്പയാൾ രക്ഷയില്ല. അപ്പൊ അത് സുഖമായിട്ട് ഇത് എന്താണ് നമുക്ക് വയ്ക്കുക അത് ചെയ്യുക. അറിയാത്തൊരു സാധനം ചെയ്യരുത്. പണക്ക് എന്താണ് കഴിയുക, സ്റ്റെപ്പ് ഓവറാണ് കഴിയുക. സ്റ്റെപ്പ് ഓവർ ചെയ്താൽ ഇവനെ കിട്ടും. മനസ്സിലായി? ഓക്കെ, കമോ.